ഇതാണ് വീടല്ലേ? ജോലിക്കൊക്കെ പറ്റിയ വീടാണോ? ഇത് ചെറിയ വീടാണ്. നോക്കാം എന്തായാലും. ആരും കാണുന്നില്ലല്ലോ. ഹലോ ഹലോ, ആളില്ലേ? ഹലോ, ഹലോ, ജോലിക്ക് വന്നാണ് അമ്മച്ചി. അതേ ഓ, അത് ശരി. ചൂടാണല്ലോ, അകത്തോട്ടിരിക്കാൻ പറ്റില്ലേ? ആ, അകത്തിരിക്കല്ലേ? ഫാനാണോ അമ്മച്ചി? എന്തൊരു ചൂടാ. ഇവിടെ ഉച്ച സമയത്തൊക്കെ ഭയങ്കര ചൂടാ. മഴ വരുന്നുണ്ട്. ഓ, എ സി ഒന്നും ഇല്ല ഇവിടെ. ഓ, ഞങ്ങൾ അത്ര ഇതൊന്നും ആയിട്ടില്ല. കുട്ടികൾക്കൊക്കെ കാറ് ഇല്ല. ഓ, കാറൊക്കെ ഉണ്ടോ? ശരി. പിന്നെ വേറെ എന്തെങ്കിലും ജോലിക്ക് നോക്കാൻ പാടില്ലേ? ഓ ഇല്ല പച്ചി, ഞങ്ങള് പാരമ്പര്യമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഞങ്ങൾ എല്ലാവരും പാരമ്പര്യമായിട്ട് നല്ല ജോലിക്കാരാണ്. പക്ഷേ പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ ജോലിക്ക് പോണ സമയത്ത്, ഞാനല്ല എന്റെ അമ്മയൊക്കെ ജോലിക്ക് പോണ സമയത്ത് എന്നെയും ചെറുതിലേക്ക് ജോലിക്ക് കൊണ്ടുപോകായിരുന്നു. അപ്പൊ ഞങ്ങള് ജോലിക്ക് പോകുമ്പോ ആ വീട്ടിലെ ഒരമ്മ ഞങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. എന്നോട് നമുക്കറിയില്ല, നമ്മള് കുഞ്ഞുങ്ങളല്ലേ, അമ്മ വീട്ടിലൊറ്റയ്ക്ക് നിർത്താൻ പാടില്ല. കൊച്ചു പെൺപിള്ളേരൊക്കെ ആകുമ്പോൾ വീട്ടിലൊറ്റയ്ക്ക് നിർത്താനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങളെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്മ അവരുടെ തുണി പറക്കാനോ അവരുടെ വീട്ടിൽ തേങ്ങ വീഴുമ്പോൾ എടുക്കാനോ ഒക്കെ ഞങ്ങളെ ഈ ചെറിയ പിള്ളേരെയാണ് പറഞ്ഞു വിടുന്നത്. എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ചായ കിട്ടണം. ചായ കുടിച്ചാൽ മാത്രമാണ് എൻ്റെ ജോലികളൊക്കെ നടക്കുള്ളൂ. അങ്ങനെയല്ല, മരുമകൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. മരുമകൻ അവിടെ ഏജൻസിയിൽ വന്നിട്ട് ഞങ്ങളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫുൾ ടൈം നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ആ സമയം അത് നോക്കി ഇങ്ങോട്ട് വന്നത്. മരുമോൻ എങ്ങനെ, കോഴിയാണോ? മരുമോൻ എങ്ങനെ, കോഴിയാണോ? കോഴി മുട്ട ഇതുവരെ ഇട്ടിട്ടില്ല. ഓ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സ്വഭാവമൊക്കെ നല്ലതാണോ എന്നാണ്. ജോലിക്കാരിക്ക് ഇത്ര സൗന്ദര്യമൊന്നും പാടില്ല. അല്ല, ഇത് വേഷം കാണുമ്പോ തന്നെ ആണുങ്ങള് വലയിൽ വീണു പോവുമല്ലോ മോളെ. അയ്യോ അമ്മച്ചി, അങ്ങനൊന്നും പറയണ്ട അമ്മച്ചി. പാവങ്ങൾക്ക് സൗന്ദര്യം വന്നതിന് ദൈവത്തിന്റെ കുറ്റമല്ലേ? ദൈവത്തിന്റെ കുറ്റമാണ്, കാരണവരുടെ കുറ്റമാണോ? അമ്മച്ചി, ഞങ്ങൾക്കിപ്പോ പണ്ടത്തെ കാലൊന്നല്ല അമ്മച്ചി. ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോണത് കാറിലാണ് ഞാൻ. അതുകൊണ്ട് കൊള്ളാം, നടന്നു പോവരുത്, കാറിൽ പോയാ മതി. കാറിൽ പോണ് നമുക്ക് പല പല കാര്യങ്ങളുണ്ട്. നമുക്ക് മാസത്തിൽ 2 ദിവസം അവധിയുണ്ട്. ഇതിപ്പോ നമുക്കിപ്പോ ഈ കുട്ടികളെ നോക്കാൻ വേണ്ടിട്ടാണ് നമ്മള്. നോക്കില്ല അമ്മച്ചി, അമ്മച്ചിക്ക് കുട്ടികളെ തിന്ന വേണ്ട കഴിവണത് ഇഷ്ടല്ല അമ്മച്ചി. വേറെ എന്ത് ജോലിയോടെ പറഞ്ഞോ, ഈ കുട്ടികളെ നോക്കാൻ വേണ്ടി. ഇല്ലാതെ ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ല ഇവിടെ. ആ, പിന്നെ കുട്ടികള് അതൊക്കെ വെച്ചു കൊടുക്കും. എപ്പോഴും 2 കുട്ടികളല്ലേ, എപ്പോഴും വാങ്ങാനുണ്ടോ? അതുകൊണ്ട് അവര് ഒരു വയസ്സായിട്ടേ ഉള്ളൂ. അപ്പൊ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് നോക്കുന്നത് പറ്റത്തില്ലല്ലോ. നമ്മള് വിശ്വാസമായിട്ട് നമ്മള് വിളിച്ചു പറഞ്ഞാൽ അവിടെ 2 പോലീസുകാരായിട്ട് അവരപ്പം തന്നെ വരും.
ഒരിക്കലും ഇപ്പൊ ജോലിക്ക് നിൽക്കുന്നവരെ ഒന്നും പറയാൻ പാടില്ല. അവര് നമ്മളെ വീട്ടിൽ അങ്ങനത്തെ പോലെ നോക്കണമെന്നാണ്. അങ്ങനെ നമ്മൾ വെക്കാതിരിക്കണല്ലേ നല്ലതെങ്കിൽ എങ്ങനെയാണെങ്കിൽ മോളെ. പിന്നെ നിങ്ങൾ വാഷിംഗ് മെഷീൻ വേണം, ഫ്രിഡ്ജ് വേണം, മിക്സി വേണം എന്നൊക്കെ പറഞ്ഞായിരിക്കും കല്ലിൽ. ഞങ്ങൾ കല്ലിലൊക്കെ കാര്യം ചെയ്യേ, മണിമോന്റെ അടുത്ത് പറഞ്ഞ ഒരു ലോൺ എടുപ്പിക്കും. ഇപ്പൊ ലോണൊക്കെ കിട്ടാൻ എളുപ്പമല്ലേ? ലോൺ എടുത്തിട്ടാണ് ഈ വീട് വാങ്ങിയത്. മെഷീനും വാങ്ങിച്ച് ഒരു ഫ്രിഡ്ജും വാങ്ങിച്ച്. എന്നാ പിന്നെ അത് നമുക്ക് ജോലി ചെയ്താൽ പോരെ. എങ്കിൽ പിന്നെ അതൊന്നും ഇല്ലാത്ത കല്ലിലടിച്ചാലൊക്കെ. ഇവിടെ 2 റൂമേ ഉള്ളൂ. ഒരു റൂമിൽ അവർ കിടക്കും, ഒരു റൂമിൽ ഞാൻ കിടക്കും. 2 കട്ടിലേ ഉള്ളൂ. ആ അത് വയസ്സായില്ലേ. അയ്യോ എന്നാ എനിക്ക് നടുവയ്യാത്ത ഞാനാ. ലോണെടുത്ത് വീട് വാങ്ങിയിട്ടേ ഉള്ളൂ. അതിന് കിടന്ന് ജോലിക്ക് നിർത്തുന്ന ആളുകൾക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണമെന്നാണ്. അപ്പൊ പിന്നെ എന്റെ മേക്കപ്പ് കാര്യങ്ങളിലും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ആരും തലയിടാൻ പാടില്ല. പിന്നെ എനിക്ക് ഒരു നടക്ക് പോകും തോന്നണില്ലല്ലോ. എന്താ അമ്മച്ചി? ഒരു നടക്ക് പോകും തോന്നണില്ല കണ്ടിട്ട്. അമ്മച്ചി അമ്മച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയണത്? എന്റെ ദേഷ്യം വന്നോണ്ടല്ലേ എനിക്ക് ചൊറിഞ്ഞു കയറുന്നുണ്ടേ. നമുക്ക് വയസ്സായ ആൾക്കാരാണ്. നമ്മളൊക്കെ പണ്ടത്തെ രീതിയിൽ ജീവിക്കുന്നവരാ. ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങില്ല. എന്താ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരാളെ വിളിക്കാൻ പറഞ്ഞത് മരുമോൻ്റെ അടുത്ത്. അപ്പോൾ മരുമോനെ അറിയില്ലല്ലോ, അതൊരു പാവം. അത് പോയി ചെന്ന ഏജൻസി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോഴല്ലേ മനസ്സിലാവണ ഏജൻസിയിലെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒന്നും കുറ്റം പറയാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് ഭയങ്കര അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഇതാണ്. ഇപ്പൊ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ചെന്ന് പറഞ്ഞ് ഞാനൊരു പരാതി കൊടുത്തുണ്ടല്ലോ, അമ്മച്ചി അടക്കം തൂക്കിക്കൊണ്ടു പോകും. എന്നെ കൊണ്ടോട്ട് വേണമെങ്കിൽ അമ്മച്ചി ഒരു കാര്യം 3 നേരം കഞ്ഞി കുടിച്ച് സുഖമായിട്ട് അവിടെ കിടക്കാമല്ലോ. കുറച്ച് വെള്ളത്തിൽ അതപ്പം ഇവിടെ ആരുന്നില്ല അമ്മച്ചി തമാശയൊക്കെ അമ്മച്ചി. അപ്പൊ അമ്മച്ചി പിള്ളേരെ നോക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പിള്ളേരെ അപ്പിയൊന്നും എടുക്കാറേ ഇല്ല. അത് എന്നിടയ്ക്ക് ഞാൻ ഒരു കുട്ടികളെ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ പിന്നെ വീട്ടില് പാചകം ചെയ്യും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾ എത്തിച്ചു തരണം. പിന്നെ ബെഡ്, എനിക്കൊരു ബെഡ് വേണം കിടക്കാനായിട്ട്. പിന്നെ എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാം. നിനക്ക് വണ്ടി ഇല്ലെന്നല്ലേ അമ്മച്ചി പറഞ്ഞത്? അപ്പൊ എൻ്റെ കാർ എനിക്ക് പാർക്ക് ചെയ്യണം. പിന്നെ വാഷിംഗ് മെഷീൻ, TV, സീരിയലൊക്കെ ഇടുമോ അമ്മച്ചി? സീരിയലൊന്നും നമ്മൾ കാണാറില്ല. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഞങ്ങളങ്ങനെ സീരിയൽ കാണാം. എനിക്കൊരു 6 മണി തൊട്ട് 10 മണി വരെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് TV-യിൽ. ആ സമയത്ത് എന്നെ ആരും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. ഞാൻ കുറച്ച് നേരം TV കാണും. പിന്നെ പാല്, രാത്രി ഞാൻ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ടാണ് കിടക്കുന്നത്. അയ്യോ, കൊച്ചുങ്ങൾക്ക് കൊടുക്കണ എന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. 2 കുട്ടികളല്ലേ, പിന്നെ എന്താ പറയാ ഇപ്പം. പിന്നെ വേറെന്താണ്? വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, AC ഉണ്ടോ അമ്മച്ചി? AC വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ എന്റെ മുറിയിലേക്ക് വാങ്ങിച്ചു വെച്ചേക്കാൻ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ വേറെന്താണ്? അപ്പൊ പണ്ടത്തെ കാലമൊന്നുമല്ല അമ്മച്ചി. നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ അമ്പലത്തോടി പോണം. അങ്ങനെയല്ല. നമ്മളൊക്കെ ജോലിക്ക് പോയാൽ മതിയായിരുന്നെന്ന് ഇപ്പൊ ആലോചിക്കുക. ഇപ്പൊ അപ്പൊ എനിക്ക് 8 മണിക്ക് കാപ്പി ഉണ്ടോ, ഞാൻ കാപ്പി കുടിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഉറങ്ങും. ശരി. അത് കഴിഞ്ഞിട്ട് എണീറ്റിട്ട് ഞാനൊന്ന് അടിച്ചു വാരി തുടയ്ക്കുവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അടിച്ചു വാരി തുടച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ഹോർലിക്സ് ഇട്ട് ഒരു ഗ്ലാസ് പാൽ കുടിക്കും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ കുറച്ചു നേരം കുഞ്ഞുങ്ങളെ കയ്യിലോട്ട് വെച്ചേക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ കുഞ്ഞുങ്ങളെ എനിക്ക് എടുത്ത് കുളിപ്പിക്കാനോ അപ്പിയിട്ട് കഴുകാനോ മൂത്രം ഒന്നും എനിക്ക് ദേഹത്ത് വിടാൻ പാടില്ല. കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന മറ്റേ സാധനമില്ലേ, ആ ഒരു സാധനം അത് വെച്ചിട്ട് വേണം എൻ്റെ തരാൻ കുഞ്ഞുങ്ങളെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പം അതൊക്കെ എപ്പോഴാണ് വരുന്നത് സാധനമൊക്കെ? അവര് 6 മണി 7 മണിയൊക്കെ ആവും. ഓ അത് ശരി. അപ്പോ
ഇപ്പൊ എത്ര രൂപയാ ശമ്പളമൊക്കെ ഉദ്ദേശിക്കുന്നത്? ഒരു ദിവസം 500 രൂപ അമ്മച്ചി. ആ അയ്യോ, ഈ മോന് 500 രൂപയേ ഉള്ളൂ ഒരു ദിവസം. 500 രൂപ ഉള്ളോ? സാരില്ല അമ്മച്ചി, ലോൺ എടുക്കാല്ലേ ഇപ്പൊ. ഇപ്പൊ എന്ത് കാര്യത്തിലും ലോൺ ഉണ്ടല്ലോ അമ്മച്ചി. ലോൺ എടുത്തിട്ട് എങ്ങനെ അടയ്ക്കും? പിന്നെ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകേണ്ടി വരും. നിങ്ങളുടെ കാര്യങ്ങള് പിന്നെ ജോലിക്ക് വിളിക്കുമ്പോ അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴത്തെ കാലൊന്നല്ല. എനിക്ക് പെട്രോൾ അടിച്ചിട്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ബോറടിച്ചു. ഞാൻ വേഗം വണ്ടി എടുത്ത് ഒരു കറക്ക് കറങ്ങിട്ട് വരും. പെട്രോളൊക്കെ അടിക്കണ്ടേ എനിക്ക്. ശരി, അങ്ങനത്തെ കറക്കമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മള് പിന്നെ കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട്. ആണോ? അപ്പൊ വരുമ്പോ എല്ലാം ചോദിച്ചതിന് ശേഷം എനിക്ക് പറഞ്ഞിരുന്നാ നാളെ ഞാൻ 6 മണിയാകുമ്പോ എത്തും. അവരുള്ളപ്പോൾ വന്നോളൂ. അപ്പോഴേ നല്ലോണം സംസാരിക്കാം. എനിക്കത് അതിനെ പറ്റിയൊന്നും പറയാൻ അറിയത്തില്ല. നമ്മൾ നാട്ടും പുറത്തുള്ളതല്ലേ, ഞങ്ങൾ നാട്ടും പുറത്തുകാരാ ഇവിടെ. വരുമ്പോൾ കുഴപ്പമില്ല. പിന്നെ പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ എങ്ങനത്തെയൊക്കെയാണെന്ന്. മിണ്ടാതിരുന്നാലും അങ്ങോട്ട് പോയി പിടിക്കാൻ പോയാൽ കോഴിയാവും. ശരി. ശരി ശരി. 500 രൂപ ഒരു ദിവസം ഇവിടെ നിട്ട് കൊടുക്കും. 3 നേരം ആകാനും പാലും ബൂസ്റ്റും അതിന് പ്രത്യേകം പറഞ്ഞിരിക്കണം. 2 കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നതും അവർക്ക് സ്നാക്കി വാങ്ങിക്കുന്നത് നിങ്ങൾ പെടാപ്പാടുള്ളപ്പോഴാണ് ഇവരുടെ ഈ 500 രൂപ അവർക്ക് എന്താ ചെയ്യുക? ഇത്രയും ജാടയൊന്നും വേണ്ടായിരുന്നു. ജോലി പോയി എന്നാ തോന്നുന്നത്. എന്തൊക്കെയായിരുന്നു? വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, AC, പാലേ കുടിക്കുള്ളൂ. ആരും കഴിച്ച് കിടന്നാൽ മതിയായിരുന്നു. മേക്കപ്പിൽ ഉള്ള കാശ് തികയുന്നില്ല. അവർ വിളിച്ചെങ്കിൽ മതി. ഞാൻ വിചാരിച്ച ജോലിക്ക് വിളിക്കുമായിരിക്കും. ശരി അമ്മച്ചി. അമ്മച്ചി ചെല്ല്.